എപ്പോഴും നമുക്കെങ്ങനെ പോസിറ്റീവായി ചിന്തിക്കാം? ബുദ്ധിയുള്ള മനുഷ്യൻ എപ്പോഴും തൻ്റെ മനസ്സിനെ മാറ്റം വരുത്തുവാൻ ശ്രമിക്കും. എന്നാൽ ബുദ്ധിഹീനനായ മനുഷ്യൻ ഒരിക്കലും അത് ചെയ്യില്ല. ശാസ്ത്രം പറയുന്നത് 24 മണിക്കൂറിൽ നമുക്ക് 10,000കണക്കിന് ചിന്തകൾ കടന്നുവരും എന്നുള്ളതാണ്. ഇതിൽ 70-80% ചിന്തകളും നെഗറ്റീവ് തോട്ട്സ് മാത്രമാണ്. നമ്മളിലേക്ക് തന്നെ നമ്മൾ നോക്കുമ്പോൾ അത് മനസ്സിലാക്കുവാനും നമുക്ക് കഴിയും. ഒരു ദിവസം എത്ര ചിന്തകളാണ് നമ്മളിലേക്ക് കടന്നു വരുന്നത്? അതിൽ എത്ര ശതമാനം നമ്മൾ പോസിറ്റീവായി ചിന്തിക്കുന്നു? അപ്പോൾ എന്താണ് പോസിറ്റീവ് തിങ്കിങ്ങിൻ്റെ പ്രാധാന്യം? ചില വിമർശനങ്ങൾ നമ്മൾക്കെതിരെ വരുമ്പോൾ അത് നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റുമെങ്കിലും അത് കഴിയില്ല എന്ന് നമുക്ക് തോന്നും. എന്നാൽ അങ്ങനെയല്ല, നമുക്ക് എല്ലാത്തിനും സാധിക്കും എന്നും ആ വിമർശനങ്ങളെ നമുക്ക് ആത്മവിശ്വാസത്തോടെ നേരിടാൻ കഴിയുമെന്നുമുള്ള നമ്മുടെ ചിന്തയാണ് അതിൽ പ്രാധാന്യം. പലരും നമ്മുടെ കുറ്റങ്ങൾ തിരയുമ്പോഴും കുറ്റപ്പെടുത്താൻ ഒരുങ്ങുമ്പോഴും നാം നമ്മിലുള്ള ആത്മവിശ്വാസം മുന്നിൽ കൊണ്ടുവരണം. ഇങ്ങനെ പോസിറ്റീവായി ചിന്തിക്കാനുള്ള പ്രധാന വഴിയാണ് റീപ്ലേസ്മെൻറ്റ്. റീപ്ലേസ്മെൻറ്റ് എന്നാൽ ചിന്തകളെ മാറ്റം വരുത്തുക. നെഗറ്റീവ് ചിന്തകൾ കടന്നു വരുമ്പോൾ അതിനെ നമ്മൾ റീപ്ലേസ് ചെയ്തുകൊണ്ട് പോസിറ്റീവാക്കി മാറ്റി സൃഷ്ടിക്കുക. ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് നല്ല ഒരു റിസൾട്ട് കിട്ടും. നമ്മുടെ സ്ട്രെസ്സ് മാറും. രണ്ടാമതായി ഗ്രാറ്റിറ്റ്യൂഡ്. നമ്മുടെ ജീവിതത്തിലുള്ള എല്ലാറ്റിനോടും നാം നന്ദിയുള്ളവരാവുക. ചുറ്റുമുള്ളതെല്ലാം നമുക്കുള്ള അനുഗ്രഹങ്ങളാണ്. അവയെ ലഭിച്ചതിനും നാം നന്ദിയുള്ളവരായിരിക്കണം.